ഇപ്പോൾ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, നമസ്കാരം. നമസ്കാരം. ശ്രീ അടൂർ പ്രകാശ്, ഈ PV അൻവറിനെ UDF എടുക്കുന്നതിൽ നിലവിൽ ഇപ്പോൾ എന്താണ് തടസ്സം? അല്ല, ഞങ്ങളത് കൂട്ടായി ആലോചിച്ച് ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണല്ലോ. ആ തീരുമാനം എടുക്കുക എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒരു തീരുമാനം പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് കൂട്ടായി ആലോചിക്കണം. അത് UDFന്റെ പിന്നെ ഇത് മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം. അതുകൂടാതെ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ KPCCയുടെ പ്രസിഡന്റ് തുടങ്ങിയ അതുപോലെ മുതിർന്ന നേതാക്കന്മാരുമുണ്ട്. ഇവരുമായി ഒക്കെ കൂടി ആലോചിച്ചുകൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ശ്രീ അടൂർ പ്രകാശ്, ഘടകകക്ഷികൾക്ക് എതിരഭിപ്രായമുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, അത് ഞാൻ ഇപ്പൊ ചുമതല ഏറ്റെടുത്തിട്ട് അധികം ദിവസമായിട്ടില്ല. ചുമതല ഏറ്റെടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ അതിന് അനുസരിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും വിശദമായി ഉണ്ടാകണമല്ലോ. അതൊക്കെ ഉണ്ടായതിനു ശേഷമല്ല മറുപടി പറയാൻ പറ്റും. അത് ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ അടൂർ പ്രകാശ്. അപ്പോൾ ഈ അൻവറിന്റെ പാർട്ടിയെ സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഉപാധിയോ മാനദണ്ഡമോ UDF മുന്നോട്ട് വെക്കുമോ? കൺവീനർ എന്ന നിലയിൽ താങ്കൾക്ക് അത് പറയാൻ പറ്റുമോ? ഇല്ല, അതിപ്പോ പറയാൻ പറ്റത്തില്ല. അത് പിന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ അതിനുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ പറയാൻ പറ്റുള്ളൂ. ശരി, PV അൻവർ പറഞ്ഞത് ശ്രീ അടൂർ പ്രകാശ് 1 മാസം മുൻപേ കത്ത് കൊടുത്തതാണ് UDF പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ. അൻവർ ആ പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ട്, എന്നിട്ടും ഒരു തീരുമാനമായില്ല. അതിൽ അൻവർ അല്പം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാരണമുണ്ട് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അത് പിന്നെ എന്താണ് അതേക്കുറിച്ചുള്ള ചർച്ച എന്താണ് നടന്നിട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ അതിനുള്ള മറുപടി എന്നുള്ള നിലയിൽ പറയാൻ പറ്റുന്നു. മനസ്സിലായി. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണല്ലോ ഇപ്പൊ നിലമ്പൂര്. ആ സമയത്ത് അവിടെ വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളാണ് PV അൻവർ. അപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? എന്തായാലും അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അതിന് വേണ്ടുന്ന ചർച്ചകളും മറ്റു കാര്യവും ഞങ്ങൾ നിറവേറ്റിയിരിക്കും. ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ UDF-നൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും അൻവർ UDF-നോടൊപ്പം ഉണ്ടാകും. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്. പിന്നെ അൻവറിന്റെ ഭാഷ പറഞ്ഞാൽ പിണറായിസത്തിനെതിരെയുള്ള ഒരു നീക്കം. ആ പിണറായിസത്തിനെതിരെയുള്ള ഒരു നീക്കം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കോടതിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ജനങ്ങളാണ് ആ തീരുമാനം കൈക്കൊള്ളുന്നത്. ആ തീരുമാനം കൈക്കൊള്ളുന്നതിലേക്ക് ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ശക്തമായ പോരാട്ടത്തിന്. ശ്രീ അടൂർ പ്രകാശ്, ഒരു കാര്യത്തിലേക്ക് കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. അതായത് കഴിഞ്ഞ ദിവസം K. സുധാകരനും ഹൂസ്റ്റണിൽ വെച്ച് സംസാരിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞത് അൻവർ UDF-ന്റെ ഭാഗമാണെന്നാണ്. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇനി തീരുമാനമെടുക്കേണ്ടത്, നിലപാടെടുക്കേണ്ടത് നമുക്ക് അൻവറാണ് എന്നാണ്. നിങ്ങളുടെ തന്നെ ഒരു യുവ നേതാവായ VT ബൽറാം ഇന്നലെ ഫേസ്ബുക്കിലിട്ടത് അയാൾ മര്യാദയ്ക്കാണെങ്കിൽ കൂടെ അതല്ല, ഈ ധിക്കാരമാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ കൂടി തോൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫലമാണ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറയുന്നു എന്തായാലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നത്? താങ്കൾ പറഞ്ഞു UDF ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും VD സതീശൻ ഇതിനോടകം പറഞ്ഞു അൻവറാണ് തീരുമാനിക്കേണ്ടത്. അല്ല, പരിപൂർണമായി VD സതീശൻ പറഞ്ഞതിന് ഒരു ശരിയില്ലേ? അത് അൻവറാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. ആ അൻവർ അന്തിമമായി തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് ശുഭാപ്തിത്തോട് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ഒരേ കാരണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. അപ്പൊ ആ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരി, ശ്രീ അടൂർ പ്രകാശ്, വളരെയധികം നന്ദി താങ്കൾ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.